السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ അള്ളാഹുവിലേക്ക് മനുഷ്യൻ ഹൃദയപൂർവം തിരിയേണ്ടതിൻ്റെ, അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ കുറിച്ചെല്ലാം നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ നന്നായി പടച്ചോനെ മനസ്സിലാക്കണമെങ്കിൽ, പ്രപഞ്ച സൃഷ്ടാവിനെ തിരിച്ചറിയണമെങ്കിൽ തെളിഞ്ഞ ചിന്തയും പ്രാപഞ്ചിക ജ്ഞാനവും അഗാധമായ മനുഷ്യന്റെ തേട്ടമില്ലുണ്ടായിരിക്കണം. പടച്ചോനെ തിരിച്ചറിയാനുള്ള സ്വയം തേട്ടം അവരിൽ തന്നെ ഉണ്ടാവണം എന്നെല്ലാം ഖുർആന് പറഞ്ഞു പോയ കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. അതിനുശേഷം അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്ത്, അള്ളാഹു എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തിയത്, അള്ളാഹു എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നത്, ഇതെല്ലാം അള്ളാഹു നിരന്തരം ഓർമ്മിപ്പിക്കുകയാണ്. അലം തറ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാത്തിനതൻ. മനുഷ്യന് അള്ളാഹുവിന്റെ, അവന്റെ നാഥന്റെ, സൃഷ്ടാവിന്റെ മഹാനുഗ്രഹങ്ങൾക്കുള്ളിലാണ് അവന് നിൽക്കുന്നത്. നമ്മള് ഇപ്പൊ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ നമ്മളെ മറക്കുമ്പോഴാണ് ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നതിന്റെ മഹത്വം തിരിയാതെ പോകുന്നത്. നാം നമ്മിലേക്ക് നോക്കി നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഗാഢമായി ചിന്തിക്കുകയും നമ്മിൽ തന്നെ നിക്ഷേപിച്ച അനുഗ്രഹങ്ങളിലേക്ക് എത്തി നോക്കി ഇതെല്ലാം ആരാണ് സംവിധാനിച്ചതെന്നും ആ സംവിധായകന്റെ അവമത്ത്, ഖുദ്റത്ത് എന്താണെന്നും സ്വയം നമ്മിലേക്ക് തിരിഞ്ഞ് ആലോചിക്കുന്നിടത്താണ് നമുക്ക് വിനയാന്വിതരായി ജീവിക്കുവാനും നമ്മെ സൃഷ്ടിച്ച നാഥന്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ പാകപ്പെടുത്താനെല്ലാം കഴിയുന്നത്. മനുഷ്യൻ എവിടെയാണോ അവനെ തന്നെ മറക്കുന്നത്, അവിടെ അവൻ വലിയ അഹങ്കാരിയും ധിക്കാരിയുമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മുമ്പെല്ലാം പറഞ്ഞു പോയതുപോലെ നിരന്തരം പിന്നിട്ട വഴിയിലേക്ക് നോക്കാൻ ആവശ്യപ്പെടുന്നത്. മഹാ അനുഗ്രഹങ്ങളിലൂടെ മനുഷ്യൻ കടന്നു വന്നവനാണ്. അവനെ തന്നെ വിലയിരുത്തുമ്പോഴേ മനുഷ്യനെ ഈ കാണുന്ന കോലമല്ല എന്നും അതിനപ്പുറം ഒരു രേതസ്കണമായിരുന്നു എന്നും അത് തന്നെ അവന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒന്നായിരുന്നുവെന്നും ആ മൈന്യൂട്ടായ, വളരെ ചെറുതായ ആ ബിന്ദുവിന്റെ ഉള്ളിൽ അവൻ അനുഭവിക്കുന്ന കണ്ണും കാതും കേൾവിയും ഹൃദയവും നാഡീവ്യൂഹങ്ങളും, അങ്ങനെ അവൻ അനുഭവിക്കുന്ന ഏതെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നിറച്ചു വെച്ച് അവനെ പടിപടിയായി അവനെ ഒരിടത്ത് ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ അവനെ സംരക്ഷിച്ച് അവന് വേണ്ടുന്നതെല്ലാം നൽകി അവനെ മറ്റൊരു അത്ഭുത ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവനിതെല്ലാം കാണുവാനും കേൾക്കുവാനും അറിയുവാനും ആസ്വദിക്കുവാനുമുള്ള അവസരം നൽകി അവന്റെ ചുറ്റും 100,000 എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത രൂപത്തിലുള്ള മഹാ അത്ഭുതങ്ങളെ, മഹാസംവിധാനങ്ങളെ
അവന്റെ ജീവിതത്തെ താളാത്മകമാക്കാൻ പര്യാപ്തമായ ബലിഷ്ഠമായ നിയമ സംവിധാനങ്ങളെ എല്ലാം തന്നെ ചേർത്ത് വെച്ച് അവനെ അനുഗ്രഹിച്ചവനാണ് അല്ലാഹു. അതുകൊണ്ടാണ് അലം തറ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി, വാനലോകത്തും ഭൂമിയിലും അള്ളാഹു എന്തെല്ലാം കാര്യങ്ങളെയാണ് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ, അറിയുന്നില്ലേ, കാണുന്നില്ലേ? വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറത്തൻ വബാത്തിനത്തൻ, പ്രത്യക്ഷവും പരോക്ഷവുമായ മഹാനുഗ്രഹങ്ങളെ പ്രപഞ്ചനാഥൻ നിങ്ങൾക്ക് ചൊരിഞ്ഞില്ലേ, നിങ്ങൾ ചൊരിഞ്ഞില്ലേ എന്നെല്ലാം പറയുന്നത്. അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ ഈ രൂപത്തിലുള്ളവനല്ല എന്നും ഞാൻ ഈ കോലത്തിലേക്ക് പരിവർത്തിപ്പിക്കപ്പെട്ടവരാണ് എന്നുമുള്ള ഗാഠമായ ചിന്ത അവനിലേക്കും അവന് ചുറ്റുമുള്ള അനുഗ്രഹങ്ങളിലേക്കും നോക്കിക്കൊണ്ട് പടച്ചോനെ തിരിച്ചറിയാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി വിനയാന്വിതനായിരിക്കും, അല്ലാത്തവൻ ധിക്കാരിയായിരിക്കും. അപ്പോ ആ അനുഗ്രഹങ്ങളെ നോക്കിക്കൊണ്ട്, ആ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ കഴിയാതെ പോകുന്ന വ്യക്തികളെ നോക്കി ഒരു പ്രവാചകന്റെ മനോവേദനയുണ്ട്. ഇതെല്ലാം നൽകിയിട്ടും, ഇതെല്ലാം ആസ്വദിച്ചിട്ടും അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യൻ നിഷേധിയും ധിക്കാരിയും അഹങ്കാരിയും എല്ലായി മാറുന്നത് എന്ന് പ്രവാചകന്മാർ അവര് അറിവിന്റെ മൂന്നാം തലത്തെ വെച്ചുകൊണ്ട് അവർക്ക് അല്ലാഹു നൽകിയ ആ മഹാ അനുഗ്രഹത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് മനുഷ്യരെ കുറിച്ച് അവർ ഓർത്ത് ദുഃഖിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നു. കാരണം ഒരു പിതാവ് നൽകിയ അനുഗ്രഹങ്ങളോട്, ഒരു മാതാവ് കാണിച്ച കാരുണ്യത്തോട് ഒരു കുഞ്ഞ് നിഷേധാത്മക സമീപനം സ്വീകരിക്കുമ്പോൾ ആ കുഞ്ഞിനോട് ഒരു പിതാവിനുണ്ടാകുന്ന, മാതാവിനുണ്ടാകുന്ന ഒരു വേദനയുണ്ട്. ഭൗതിക ലോകത്ത് മനുഷ്യർക്കിടയിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ നേരിട്ടറിയുന്ന, അത് ഭൗതിക ലോകത്ത് മനുഷ്യരോടൊപ്പം തന്നെ ജീവിച്ചിരിക്കെ ആ ശിക്ഷയുടെ കാഠിന്യം കണ്ടറിയുന്ന പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ അവന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുമ്പോൾ, അവന്റെ അനുഗ്രഹങ്ങളോട് നിഷേധാത്മക സമീപനം സ്വീകരിക്കുമ്പോൾ, അവന്റെ സൃഷ്ടാവിനെ തിരിച്ചറിയാതെ പോകുമ്പോൾ പ്രവാചകന്മാർക്കുണ്ടാകുന്ന വേദന എന്ന് പറഞ്ഞാല് അത് നമ്മെ പോലെയുള്ള ആളുകൾക്കൊന്നും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല. നമ്മളിപ്പോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചെല്ലാം പറയുന്നത് ഊഹങ്ങളിൽ നിന്ന് മാത്രമാണ്. അതിനെ ഉള്ളറിഞ്ഞുകൊണ്ടല്ല ആ വിഷയത്തൊന്നും തന്നെ അവതരിപ്പിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതൊന്നും. അപ്പൊ ആ ഒരു പ്രശ്നം നമുക്ക് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ പ്രവാചകന്മാരങ്ങനല്ല. അവര് വിജ്ഞാനത്തിന്റെ ഒരു മൂന്നാം തലത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയുന്നവരാണ്, കണ്ടറിയുന്നവരാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഈ കാര്യങ്ങളെയെല്ലാം പറഞ്ഞു വന്ന് അള്ളാഹു പറയുന്നത് വമൻ കഫറ ഫലാ യഹ്സുൻക കുഫ്റുഹു ഇലൈനാ മർജിഉഹും ഫനുനബ്ബിഉഹും ബിമാ അമിലു ഇന്നല്ലാഹ അലീമും ബിദാത്തിസ് സുദൂർ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അള്ളാഹു ഇങ്ങനെ ഒന്നൊന്നായി ഉണർത്തുകയാണ്, പറയുകയാണ്. അവിടെ അനുഗ്രഹങ്ങളെല്ലാം ലഭിച്ചതിന് ശേഷം പടച്ചോനെ കുറിച്ച് ചിന്തിക്കാതെ തർക്കിക്കുന്ന മനുഷ്യര്, വിതർക്കങ്ങളിൽ ഏർപ്പെടുന്ന നിഷേധിയായ മനുഷ്യൻ, അറിവില്ലാതെ, വ്യക്തമായ തെളിഞ്ഞ മാർഗദർശനമില്ലാതെ, അതുപോലെ തന്നെ പ്രഭയുള്ള വേദ ദർശനങ്ങളില്ലാതെ പടച്ചോന്റെ വിഷയത്തില്
തർക്കിക്കുന്ന മനുഷ്യര്, അതോടൊപ്പം തന്നെ അറിവില്ലാത്ത മനുഷ്യരെ പിൻപറ്റുന്നവര്, സത്യത്തെ പുൽകാൻ പറഞ്ഞാൽ, സത്യത്തെ പിൻപറ്റാൻ പറഞ്ഞാൽ അറിവില്ലാത്ത ഇച്ഛയെ പിൻപറ്റി ജീവിക്കുന്ന മനുഷ്യരോടൊപ്പം ചേരാൻ കൊതിക്കുന്ന ആളുകള്, പിശാച്ച് വഴിപിഴപ്പിച്ച മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകള്, ഇവരെല്ലാവരും ഇത്തരം നിഷേധങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴ്, ഇത്തരം കാര്യങ്ങളിലൂടെ നിഷേധങ്ങളെ പ്രകടിപ്പിക്കുമ്പോഴ് അവൻ കഫറ, ഇതെല്ലാം അറിഞ്ഞിട്ടും അങ്ങനെ ഈ രൂപത്തിൽ നിഷേധിക്കുകയാണെങ്കിൽ ഫലാ യഹ്സുൻക കുഫ്റുഹു, അവരുടെ നിഷേധം അങ്ങയെ വേദനിപ്പിക്കാതിരിക്കട്ടെ. അങ്ങ് അതിൽ ദുഃഖിക്കേണ്ടതില്ല, അങ്ങ് അതിൽ വേദനിക്കേണ്ടതില്ല. വമൻ കഫറ ഫലാ യഹ്സുൻക കുഫ്റുഹു, അവര് നിഷേധികളായി മാറുമ്പോൾ ആ നിഷേധത്തിൽ അങ്ങ് ദുഃഖിക്കേണ്ടതില്ല. അപ്പൊ ദുഃഖിക്കേണ്ടതില്ല എന്ന് പറയുമ്പോഴ് ആ പ്രവാചകന്റെ ഹൃദയവേദന എന്തായിരിക്കും? സൂറത്ത് കഹ്ഫ് അല്ലേ, അള്ളാഹു പ്രവാചകനെ വിളിച്ചുകൊണ്ട് പറയുന്ന വളരെ നാം തന്നെ വേദനിക്കുന്ന ഒരു വിഷയമുണ്ട്. അങ്ങ് അവര് നിഷേധികളായി പോയതിനാൽ അല്ലെങ്കിൽ പോകുന്നതിനാൽ അങ്ങ് സ്വന്തത്തെ തന്നെ കൊന്നുകളയുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് പോകുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രവാചകനെ കുറിച്ച്, പ്രവാചകന്റെ ഹൃദയവേദനയെ കുറിച്ച്, നൊമ്പരത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും പറയുന്നുണ്ട്. അത് മുഹമ്മദ് റസൂലുള്ളാഹിനെ കുറിച്ച് മാത്രമല്ല കേട്ടോ, എല്ലാ പ്രവാചകന്മാരുടെയും അവരുടെ സമൂഹത്തെക്കുറിച്ചുള്ള ഹൃദയവേദനയെ, ആ സമൂഹത്തിന്റെ അവസാന നിമിഷങ്ങളെ വിലയിരുത്തുന്നിടത്ത്, പറയുന്നിടത്ത് ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ട്. എന്റെ സമൂഹമേ, ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷിയായിരുന്നില്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ കേൾക്കാതെ പോയത് എന്ന് വിലപിക്കുന്ന പ്രവാചകന്മാരെ നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് യൂനുസിലെല്ലാം ഓരോ സമൂഹത്തിന്റെയും പ്രവാചകന്മാർക്ക് പിറകിലെ നാശത്തെ അള്ളാഹു അവരെ നശിപ്പിക്കുമ്പോൾ അവർ തിരിച്ചു വന്നുകൊണ്ട് മരിച്ചു കിടക്കുന്ന തന്റെ ജനതയെ നോക്കിക്കൊണ്ട് വിലപിക്കുന്ന വിലാപത്തെ അള്ളാഹു എടുത്തു കാണിക്കുന്നുണ്ട്. യാ ഖൗമി, എന്റെ സമൂഹമേ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഗുണകാംക്ഷിയായ മനുഷ്യനായിരുന്നു. ഞാൻ നിങ്ങളെ എത്രയോ ഉപദേശിച്ചു. വലാകില്ലാ തുഹിബ്ബൂനൻ നാസിഹീൻ, നിങ്ങൾ ഗുണദോഷിക്കുന്നവരെ ഇഷ്ടപ്പെടാത്തവരായിരുന്നല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുന്നുണ്ട്. സ്വാലിഹ് നബിയുടെ വിഷയത്തെ എല്ലാം തന്നെ എടുത്തു കാണിക്കുന്നിടത്ത് അള്ളാഹു അദ്ദേഹത്തിന്റെ ഹൃദയ വികാരത്തെ, വിലാപത്തെ അള്ളാഹു നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹ് ഒരു പ്രവാചകൻ മാത്രമാണ്. ഹിജറയുടെ സമയത്ത് ഒരു ജനതയെ നശിപ്പിക്കാതെ അള്ളാഹു വിട്ടത് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ സമൂഹത്തെ മാത്രമാണ്. അങ്ങ് ജീവിച്ചിരിക്കെ, അങ്ങുണ്ടായിരിക്കെ നാം എങ്ങനെയാണ് അവരെ നശിപ്പിക്കുക എന്ന് ചോദിച്ച് ആ കാരുണ്യ പ്രവാചകന്റെ ആ മൂർത്തമായ സ്നേഹത്തെ, ഒരു ജനതയോടുള്ള കാരുണ്യത്തെ, സ്നേഹത്തെ അള്ളാഹു ആ ഇടങ്ങളിൽ പോലും അള്ളാഹു ചേർത്ത് മനുഷ്യ കുടുംബത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാർക്ക് പിറകിലും, അവരുടെ ഹിജറയുടെ പിറകിൽ അവരെ ആക്രമിച്ച, അവരെ അവഹേളിച്ച, നിന്ദിച്ച, നിഷേധിച്ച ഒരു സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചതായിട്ടാണ് ഖുർആൻ പറയുന്നത്. എല്ലാ പ്രവാചകന്മാരും ഹിജറ പോയപ്പോൾ, എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഹിജറയുടെ പിറകിൽ ആർക്കും ഒരു വേദനയും അള്ളാഹു നൽകിയില്ല എന്നുള്ളതാണ്. അങ്ങ് ജീവിച്ചിരിക്കെ അവരെ നാം നശിപ്പിക്കില്ല എന്നുള്ള അള്ളാഹുവിന്റെ ആ റഹ്മത്തിന്റെ, ആ മഹാകാരുണ്യത്തിന്റെ ഭാഗമായി കാരുണ്യവാനായ
ഒരു പ്രവാചകന്റെ സാന്നിധ്യത്തെ ഒരു ജനതക്ക് കാരുണ്യമായി അള്ളാഹു വർഷിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആ പ്രവാചക ഹൃദയത്തെ ഇവിടെ അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട്. വമൻ കഫറ, ആരെങ്കിലും നിഷേധികളാകുകയാണെങ്കിൽ ഫലാ യഹ്സുൻക കുഫ്റുഹു, അവന്റെ നിഷേധം അങ്ങയെ വേദനിപ്പിക്കാതിരിക്കട്ടെ. ഓ, നമുക്ക് ഇത് അറിയണമെങ്കിൽ എന്തുകൊണ്ട് പ്രവാചകന്മാരോട് അങ്ങനെ പറയുന്നു? വേദനിക്കേണ്ടതില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു? അപ്പൊ അവരുടെ വേദനയുടെ ആഴെന്താണ്? എന്തുകൊണ്ടാണ് അവർ വേദനിക്കുന്നത്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ മതം ജാതിയെല്ലാം പറയുന്നവരാണ്. നമ്മൾ പക്ക മതവാദികളും വർഗവാദികളുമാണ്. അള്ളാന്റെ അമ്പിയാക്കന്മാർക്ക് മതം ജാതിയൊന്നുമില്ല. അവർ പേരിലേക്ക് നോക്കുന്നില്ല, അവര് വേഷവിധാനങ്ങളിലേക്ക് നോക്കുന്നില്ല. അതിനപ്പുറം ഒരു മനുഷ്യന്റെ ഹൃദയ ചിന്തയെ, ഹൃദയ വികാരത്തെ, അവന്റെ നാഥനുമായി അവന് ഏത് രൂപത്തിലാണ് ബന്ധപ്പെടുന്നത്, അവന്റെ നാഥനുമായി അവന്റെ ബന്ധം എന്താണ്, അത് അവന് വേണ്ട രൂപത്തിൽ ദൈവീക തേട്ടത്തിനനുസരിച്ച്, പ്രപഞ്ച സൃഷ്ടാവിന്റെ തൃപ്തിക്കനുസരിച്ച് അവന് പുൽകുകയും ചിട്ടപ്പെടുത്തുകയും ജീവിതത്തെ ആ രൂപത്തിൽ അയാൾ പരിവർത്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ള നോട്ടം മാത്രമാണ് പ്രവാചകന്മാര് മനുഷ്യരുടെ വിഷയത്തിൽ നോക്കിയിട്ടുള്ളത്. നമ്മൾക്ക് അതൊന്നും പ്രശ്നമല്ല. നമ്മുടെ പ്രശ്നം ചില സമയങ്ങളിൽ പേര്, രൂപം, തൊപ്പിയുണ്ടോ, താടിയുണ്ടോ, നീളം കുപ്പായുണ്ടോ, പേര് മുഹമ്മദാണോ അല്ലെങ്കിൽ ഏതെങ്കിലും അറബി പേരാണോ, ഇതെല്ലാമാണ് നമ്മൾ നോക്കുക. അങ്ങനെ മനുഷ്യരെ വിഭജിച്ച് നമ്മൾ തന്നെ ഒന്നുമല്ലാത്ത, ഒന്നിനും കൊള്ളാത്തവരായി നമ്മൾ മാറുന്നത് നമുക്ക് പോലും അറിയാതെ പോകുന്ന മതഭ്രാന്തിന്റെ, വർഗബോധത്തിന്റെ, പക്ഷപാതിത്വത്തിന്റെ എല്ലാം തന്നെ ഭാണ്ഡങ്ങൾ തീർന്നവരാണ് ഞങ്ങൾ. അതിനപ്പുറം പ്രവാചകന്മാരുടെ ദൃഷ്ടിയെ, പ്രവാചകന്മാരുടെ മാനവിക ഹൃദയബോധത്തെ ചേർത്ത് പിടിക്കുന്നവരല്ല നമ്മള്. കുറെ ഇതെല്ലാം പറയുമ്പോൾ നമ്മളെ തെറ്റായി നമ്മളെ അത് വിലയിരുത്തും ചില ആളുകൾ. പക്ഷെ നമുക്കിത് പറയാതിരിക്കാനും നിർവാഹമില്ലല്ലോ. നമ്മൾ സംഭവം പറയുന്നത്, നമ്മൾ 4-5 ആൾക്കാരോടാണ് ഈ സംഭവം പറഞ്ഞത്, അത് വേറെ വിഷയം. കോടിക്കണക്കിന് മനുഷ്യര് ചുറ്റുമുണ്ട്. പക്ഷെ നമ്മളെ കേൾക്കുന്നത്, നമ്മൾ ഈ ആയത്തുകളെ, പടച്ച തമ്പുരാന്റെ, പ്രപഞ്ചനാഥന്റെ ഈ വചനങ്ങളെ മുമ്പിൽ വെച്ച് നാം അള്ളാഹുവിന്റെ ആ മഹത്തായ ദർശനത്തെ ഒരു പ്രവാചകന്റെ ദൃഷ്ടിയിൽ നിന്ന് നമ്മൾ വിലയിരുത്തുന്നത് നമ്മൾ ഈ 4-5 ആൾക്കാർ കൂടി ഇരുന്നിട്ടാണ്. നമ്മൾ ഈ ആയത്തിൽ ഓതിപ്പോകുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മളിത് നമുക്ക് മാത്രം ബാധകപ്പെട്ട ഒന്നായിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നത്. ഒരു പ്രവാചകന്റെ സന്ദേശങ്ങളെ കാലങ്ങളായി പറഞ്ഞു പോകുന്ന ഒരു ജനത, ഇത് ഞങ്ങൾക്ക് ബാധകമാണ്, ഞങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന ചിന്തയിലാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റുള്ളവർക്ക് അതിൽ യാതൊരു പങ്കുമില്ല. മറ്റുള്ളവർ എന്ന് പറയുന്നത് നമ്മെ പോലെയുള്ള മനുഷ്യരെ കുറിച്ചാണ് കേട്ടോ. അവിടെ വേറൊരു പേര് കൊണ്ട് ഇന്നവർ എന്ന് ഓരോ പേര് കൊടുത്തുകൊണ്ട് അതിനെ വിലയിരുത്തേണ്ടതില്ല. പടച്ചവന്റെ ദാസന്മാരായ നമ്മെ പോലെയുള്ള മനുഷ്യരെ കുറിച്ച് ഉള്ള ചർച്ചയാണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറ്, അമ്പിയാക്കന്മാർക്ക് ജാതിയും മതമൊന്നുമില്ല. അവര്
അള്ളാഹു അവന്റെ സൃഷ്ടികളെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവന്റെ റഹ്മാൻ എന്ന സിഫത്തിനെ മനുഷ്യരോടൊപ്പം ജീവിച്ച് അതിന് കർമ്മം കൊണ്ട് വ്യാഖ്യാനം നൽകിയവരാണ് പ്രവാചകന്മാരെന്ന് നമ്മൾ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. പേരും രൂപവല്ലോ ആണ് ഒരു മനുഷ്യനെ പ്രപഞ്ചനാഥന് കീഴ്പ്പെട്ടവൻ എന്ന മഹാഗുണത്തിന് വിശേഷണത്തിന് അർഹനാക്കുന്നതെങ്കിൽ പരിശുദ്ധ റസൂലിന് മക്കയിലും മദീനയിലും ഒരു ജോലി ഉണ്ടാവില്ല. ആ പ്രവാചകൻ പ്രപഞ്ച സൃഷ്ടാവിൽ നിന്നും മാനവിക ദർശനം സ്വീകരിച്ച് മനുഷ്യ കുടുംബത്തിനുള്ള സമ്മാനം സ്വീകരിച്ച് അവരോട് സംവദിച്ചത് ചുറ്റുമുള്ള അവരുടെ തന്നെ ഭാഷയിലായിരുന്നു. അവരുടെ പേര് അറബി പേരായിരുന്നു. അവർക്ക് തൊപ്പിയുണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ തട്ടമുണ്ടായിരുന്നു, നീളൻ വസ്ത്രമുണ്ടായിരുന്നു. അള്ളാഹു എന്ന ജലാലത്തിന്റെ നാമം ഉപയോഗിച്ച് പ്രതിസന്ധിയിൽ പ്രപഞ്ച സൃഷ്ടാവിനെ നന്നായി തിരിച്ചറിഞ്ഞവരായിരുന്നു. ഇലാഹ് എന്ന വാക്കുകൊണ്ട് ദൈവേതര വസ്തുക്കളെയും മനസ്സിലാക്കിയവരായിരുന്നു. അവരോടാണ് പരിശുദ്ധ റസൂല് അസ്ലിമു, നിങ്ങൾ നിങ്ങളുടെ നാഥന് കീഴ്പ്പെടൂ എന്ന് പറഞ്ഞത്. നിങ്ങളെ ഈ രൂപത്തിൽ പരിവർത്തിപ്പിച്ച, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്ന, ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ബലിഷ്ഠ നിയമങ്ങളും സംവിധാനിച്ച, നിങ്ങൾക്ക് ജീവനും ജീവിതവും സമ്മാനിച്ച സർവശക്തനായ നാഥന് കീഴ്പ്പെടൂ എന്ന് പറഞ്ഞത് ഈ അറബി പേരുള്ളവരോടാണ്. ആ സമൂഹം പ്രവാചക സന്ദേശത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് അതിൽ നിന്ന് ചിലര് പ്രവാചകനോടൊപ്പം ചേരുകയും എന്നാൽ ഇച്ഛയെ പുൽകാൻ ആഗ്രഹിക്കുന്നവര് മദ്യവും മയക്കുമരുന്നും അനാശ്വാസങ്ങളുമെല്ലാം തന്നെ അത് ജീവിതത്തിന് നൽകുന്ന സന്തോഷത്തിനപ്പുറം മറ്റൊന്നില്ല എന്ന് കരുതിയ ആളുകള് പ്രവാചകന്റെ എതിർപക്ഷത്തും നിലയുറപ്പിച്ചു. പ്രവാചകന്റെ കൂടെയുള്ളവന്റെ പേരും ഈ രൂപത്തിൽ തിന്മകളോടൊപ്പം ചാരി നിന്ന് പ്രവാചകനെ എതിർക്കുന്നവന്റെ പേരും ഒന്നായിരുന്നു. വേഷവിധാനങ്ങൾ ഒന്നായിരുന്നു, ഭാഷ ഒന്നായിരുന്നു. അവിടെ എങ്ങനെയാണ് മുസ്ലിമാകുക എന്നുള്ളത് വേർതിരിഞ്ഞത്? പടച്ചോന് കീഴ്പ്പെടുക, ദൈവത്തെ അനുസരിക്കുക, നല്ലവനായി മാറുക, നല്ല മനുഷ്യനായി തീരുക എന്ന ആ ഒരു ഉത്കൃഷ്ട ഗുണം എങ്ങനെയാണ് അവരിൽ വേർതിരിഞ്ഞിട്ടുണ്ടാകുക? പേര് കൊണ്ടാകാൻ സാധ്യതയില്ല, രൂപം കൊണ്ടാകാൻ സാധ്യതയില്ല, ഭാഷ കൊണ്ടാകാൻ സാധ്യതയില്ല. അപ്പോ അത് ശുദ്ധമായ ജീവിതം കൊണ്ട് മാത്രമാണ്. ധർമ്മത്തിൽ അധിഷ്ഠിതമായ, നീതിബോധത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് സ്വയവും മറ്റുള്ളവനും തിരിയുന്ന ഒന്നാണ് ഒരാൾ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂല് മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ പടച്ചവന് കീഴ്പ്പെടുക, അള്ളാനെ നന്നായി, സൃഷ്ടാവിനെ നന്നായി, ജഗന്യന്താവായ ജഗദീശ്വരനെ നന്നായി തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂല് അവരോട് അൽ മുസ്ലിമുലായ യക്ദിബു എന്ന് പറഞ്ഞത്. മുസ്ലിം കളവ് പറയൂല. അൽ മുസ്ലിമുലായ യഖുഷു, മുസ്ലിം ആരെയും വഞ്ചിക്കൂല. അൽ മുസ്ലിമുലായ യദ്ലിമു ജാറഹു, മുസ്ലിം തന്റെ അയൽക്കാരനെ ആക്രമിക്കൂല. അവിടെ മുസ്ലിം ആക്രമിക്കൂല, മുസ്ലിം അയൽക്കാരനെ ദ്രോഹിക്കൂല, മദ്യപിക്കില്ല, കളവ് പറയില്ല, ചതിക്കില്ല, വഞ്ചിക്കില്ല എന്നെല്ലാം പറയുമ്പോഴേ അത് പേരിട്ടവൻ അങ്ങനൊന്നും ചെയ്യൂല എന്നുള്ളതല്ല. പടച്ചോനെ യഥാവധി കീഴ്പ്പെട്ടൊരു മനുഷ്യൻ ഇങ്ങനൊന്നും ചെയ്യൂല എന്നാണ് ആ പറഞ്ഞു വെക്കുന്നത്. അത് ആശയ സമ്പുഷ്ടമായ അർത്ഥവ്യാപ്തിയുള്ള പ്രയോഗങ്ങളും വാക്കുകളുമാണ്. അല്ലാതെ
അത് ജടിലമായ വാക്കുകളല്ല, കോലം കൊണ്ടും രൂപം കൊണ്ടും ഉണ്ടായിത്തീരുന്ന ഒന്നിനെ കുറിച്ചുള്ള പരിശുദ്ധ റസൂലിന്റെ അവതരണമല്ല. അതിനപ്പുറം നിങ്ങളിൽ ആരാണോ ഈ രൂപത്തിലെല്ലാം പടച്ചോനെ കീഴ്പ്പെട്ട് നല്ലവനായി മാറുന്നത്, അവനെ നിങ്ങൾക്ക് സ്വന്തമായും നിങ്ങളെക്കുറിച്ച് ഞാനൊരു മുസ്ലിമാണ്, ദൈവത്തിന് കീഴ്പ്പെട്ടവരാണ്, പടച്ചോനെ അനുസരിച്ചവരാണെന്ന് പറയാൻ പറ്റും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഏത് വൃത്തികേടുകൾ ചെയ്തവനാണെങ്കിലും അവന്റെ പേര് അറബി പേരാണെങ്കിൽ നമ്മള് ആ വിശുദ്ധ വിശേഷണം ചാർത്തിക്കൊടുത്ത് ഓൻ നമ്മളിൽ പെട്ടവനല്ലേ എന്ന് പറയുന്നവനാണ്. അതുകൊണ്ടാണ് ഒരു ജനതക്ക് പ്രവാചകന്മാരെന്ന് തിരിയാതെ പോയത്. അല്ല, കള്ളന്മാരെയും കൊള്ളക്കാരെയും അക്രമികളെയും വൃത്തിഹീനരെയും എല്ലാം തന്നെ പ്രവാചകന്മാരുടെ വിശുദ്ധമായ ആ മൻഹജിനോടൊപ്പം നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ മറ്റുള്ളവർക്ക് തിരിയുന്നില്ല എന്താ സംഭവം. എന്നാൽ പാപികളെ കൈയൊഴിയണം എന്നാണോ ഇതിൻ്റെ അർത്ഥം? അല്ല. അതുകൊണ്ടാണ് മമൻ കഫറ ഫലാ യഹ്സുൻക കുഫ്റുഹു, നിഷേധികളെ ഓർത്ത് അങ്ങ് ദുഃഖിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ അവരോടും ദയാവായ്പയുണ്ട്. നിഷേധിക്കുന്ന മനുഷ്യനോട് കൈയൊഴിയേണ്ടവരല്ല, ചേർത്ത് പിടിക്കേണ്ടവരാണ്. പാപികളെ ഒരിക്കലും കൈയൊഴിയരുത് എന്ന് പ്രവാചകൻ അതുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും എത്ര വലിയ കുറ്റം ചെയ്തവനാണെങ്കിലും നന്മയുടെ വഴിയിലേക്ക് അവനെ ആനയിക്കുവാൻ ശ്രമിക്കണം എന്ന് പരിശുദ്ധ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഏത് പാപിയുടെ മനസ്സും എപ്പോഴും നല്ലവനായാൽ കൊള്ളാം എന്നുള്ള ഒരു തുടിപ്പ്, ഒരു തേട്ടം അവന്റെ അവനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ മനുഷ്യനെ പാപികളാക്കി മാറ്റുകയല്ല ചെയ്യേണ്ടത്, അവനെ നന്മയിലേക്ക് വഴി നടത്തുകയാണ് ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ റസൂൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അള്ളാഹു അത്തരം സംബോധന രീതികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇവിടെ അങ്ങനെ നിഷേധികളായി പോകുന്ന ആളുകളെ കുറിച്ച് നബിയെ അങ്ങ് വേദനിക്കേണ്ടതില്ല. കാരണം ഇലൈനാ മർജിഉഹും, അവരുടെ മടക്കം നമ്മിലേക്കാണ്. ഫനുനബ്ബിഉഹും ബിമാ അമിലു, അവർ ചെയ്ത കർമ്മത്തെക്കുറിച്ച് നാം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കും. അപ്പൊ ആ ലോകത്തെക്കുറിച്ച് പ്രവാചകന്മാർക്ക് നല്ല ബോധ്യമുണ്ട്. അവര് മനുഷ്യരോടൊപ്പം ജീവിച്ച് ആ ലോകത്തെക്കുറിച്ച് കാണുന്നു എന്നുള്ളതാണ് ഇത്തരം ആളുകളെ കുറിച്ച് വേദനിക്കുവാനും അതുപോലെ തന്നെ വിലപിക്കുവാനും പ്രവാചകന്മാരെ പ്രേരിപ്പിച്ചത്. അപ്പൊ ഇവിടെ ഭാഷാപരമായ ചില വിഷയങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. വമൻ കഫറ, അത് ഏകവചനമായിട്ടാണ് അവിടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഒരാൾ നിഷേധിച്ചാല് ഫലാ യഹ്സുക കുഫ്റുഹു, അവന്റെ നിഷേധം അങ്ങയെ വേദനിപ്പിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ അത് അങ്ങ് ദുഃഖിക്കേണ്ടതില്ല അതിൽ എന്ന് പറഞ്ഞിട്ട് ഇലൈനാ മർജിഉഹും, അവരുടെ മടക്കം നമ്മിലേക്കാണ്. അവിടെ ബഹുവചനാണ് സ്വീകരിച്ചിട്ടുള്ളത്, ഇലൈനാ മർജിഉഹും. അപ്പോ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് പിന്നീട് അവരുടെ മടക്കം എന്ന് പറഞ്ഞ എന്താണ്? അവിടെ മിന്നി എന്നുള്ളത് അത് ഈ അസ്മാ ഉൽ മൗസൂല, അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു നാമാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, ആലിം എന്ന് പറഞ്ഞ ദാത്തുൻ സബത ലഹൽ ഇൽമു, അതിനാണ് ആലിം എന്ന് പറയുക. അറിവുണ്ട്, ഒരു വ്യക്തിയാണ്. സബത ലഹൽ ഇൽമു, ആ ഒരു ശരീരം, അതിന് അറിവ് അതിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, എന്നാണ് ആലിം എന്ന് പറയുക. അപ്പൊ അലീം എന്ന് പറഞ്ഞ ഫദാത്തുൻ ഇൽമുഹാ ദാത്തിയുൻ എന്നാണ്. അത് തന്നെ ഒരു അറിവാണ്. അപ്പൊ അള്ളാഹു, അതുകൊണ്ടാണ് അള്ളാഹു മഹാജ്ഞാനിയാണ് എന്ന് പറയുന്നത്. നമ്മുടെ മലയാള മഹാജ്ഞാൻ എന്ന് പറഞ്ഞാലൊന്നും ആ ഒരു വാക്കിനെ ഉൾക്കൊള്ളുന്നതല്ല. അള്ളാഹു
തന്നെയാണ് അറിവ്. അവനാണ് അറിവിന്റെ സ്രോതസ്. എല്ലാ അറിവിന്റെയും സ്രോതസ് അല്ലാഹുവാണ്. പ്രപഞ്ച സൃഷ്ടാവാണ്, പ്രപഞ്ചനാഥനാണ്, ഈശ്വരനാണ്. നമ്മളിതെല്ലാം ഇങ്ങനെ പറഞ്ഞു പോകണം എന്താണെന്നറിയോ? ആരെങ്കിലും ഇതെല്ലാം കേൾക്കുമ്പോഴേ ഇതൊരു പ്രത്യേക ദൈവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആശയത്തെക്കുറിച്ചൊന്നുമല്ല ഇത് പറഞ്ഞത് എന്ന് അള്ളാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മനസ്സിലാക്കി പൊട്ടിച്ചിട്ടാണോ? ആ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അള്ളാഹു അലീമും ബിദാത്തി സുദൂർ, ഹൃദയ വികാരങ്ങളെ അള്ളാഹു അറിയുന്നവൻ, അതിന് തുടിപ്പിനെ അറിയുന്നവനാണ്, അതിൽ മാറി മറിയുന്ന രംഗങ്ങളെ റെക്കോർഡ് ചെയ്യുന്നവനാണ്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. എല്ലാത്തിനെ കുറിച്ചും അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും. മാറി മറിയുന്ന എല്ലാ വിചാരങ്ങളെയും അള്ളാഹു റെക്കോർഡ് ചെയ്യുന്നവനാണ്, അതിനെക്കുറിച്ച് അറിയുന്നവനാണ്. നുമത്തിഉഹും ഖലീലൻ, അത്തരം ആളുകളെ നാം വളരെ ചെറിയ രൂപത്തിൽ അവരെ നാം സന്തോഷിപ്പിക്കും. തുമ്മ നൗതറുഹും ഇലാ അദാബിൻ ഗലീൽ, അതിനുശേഷം നാം അവരെ തള്ളും, വേറിട്ട് പോകാത്ത കഠിനമായ ശിക്ഷയിലേക്ക് നാം അവരെ തള്ളും. അല്ലെ? നുമത്തിഉഹും, അവരെ നാം രുചിപ്പിക്കും. ഖലീലൻ, വളരെ ചെറിയ രൂപത്തിലാണ് അവര് ആ രസത്തെ അനുഭവിക്കുക. ഖുർആൻ സൂറത്ത് അൻആമിൽ പറയുന്നുണ്ട്, ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബി, നാം അവരോട് കൽപ്പിച്ച ഒന്നിനെ അവർ വിസ്മരിച്ചപ്പോഴേ, ഉണർത്തിയ ഒന്നിനെ അവർ വിസ്മരിച്ചപ്പോഴേ, ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ല ഷൈഇൻ, എല്ലാ രസങ്ങളുടെയും വാതിലുകൾ നാം അവർക്ക് തുറന്നു കൊടുത്തു. ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ല ഷൈഇൻ ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു, എന്നിട്ട് നാം അവർക്ക് നൽകിയ ആ അനുഗ്രഹങ്ങളിൽ അവരിങ്ങനെ ആർമാദിച്ച്, അവരിങ്ങനെ ആഹ്ലാദിച്ച് നൃത്തം ചെയ്ത് അവരിങ്ങനെ പുളകിതരായിരിക്കെ നാം അവരെ പെടുന്നനെ പിടികൂടും. ഫൈദാഹും മുബ്ലിസൂൻ, ആ സമയം അവർ വല്ലാതെ ദുഃഖിതരായി മാറും, വല്ലാതെ ദുഃഖിതരായിട്ട് മാറും. അപ്പൊ ഭൗതിക ലോകത്ത് മനുഷ്യൻ പലപ്പോഴും അവന്റെ സൃഷ്ടാവിന്റെ ഉത്ബോധനത്തെ നിഷേധിക്കുന്നത്, ആ പ്രപഞ്ചനാഥനെ തന്നെ നിരാകരിക്കുന്നത് വൃത്തികേടുകൾക്ക് വേണ്ടിയിട്ടാണ്, അന്യായങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അനീതി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പടച്ചവന്റെ സന്ദേശങ്ങളെയും പ്രവാചകന്മാരെയും നിഷേധിക്കുന്നതും നിരാകരിക്കുന്നതും പുച്ഛിക്കുന്നതുമെല്ലാം തന്നെ അവരിങ്ങനെ ഭൗതിക ഇടപെടലുകളിൽ ആരുടെയൊക്കെയോ നീട്ടുന്ന നൈമഷികമായ സുഖങ്ങളിൽ ആർത്തുല്ലസിച്ചുകൊണ്ടാണ് പലരും ഈ അഹങ്കാര ഭാവങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ നിഷേധങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അവരുടെ പേരിനെ അവര് വിറ്റ് കാശാക്കും. അറബി പേരാണെങ്കിൽ അപ്പോ പ്രവാചകന്മാരെ ചീത്ത വിളിക്കുമ്പോൾ കുറച്ചും കൂടി ഓൽക്ക് സപ്പോർട്ട് കിട്ടും. അതൊരു മുഹമ്മദി എന്ന പേരാണെങ്കിൽ അത് കുറച്ചും കൂടി അവന്റെ റേഞ്ച് കൂടും. അപ്പോ അവന് അത്തരക്കാരിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടുന്നതിനനുസരിച്ച് അവനിങ്ങനെ അവന്റെ വൈര്യവും അവന്റെ ഒരു ജനതയോടുള്ള അവന്റെ പകയും അവന് കിട്ടുന്ന ഒന്നിന്റെ തോതനുസരിച്ച് അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. വൃത്തികേടുകൾ ഇങ്ങനെ കള്ളങ്ങളും പച്ചക്കള്ളങ്ങളും അതുപോലെ തന്നെ തോന്നിവാസങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇല്ലാത്ത കെട്ടിച്ചമച്ച കഥകൾ എന്തിനൊക്കെയോ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കും. ഫലമ്മാന സൂമാ ദുഃഖിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ല ഷൈഇൻ, എല്ലാ വാതിലുകളും തുറന്നു കൊടുക്കും. അവര് നൃത്തം ചവിട്ടും,
നൃത്തമാടും അവർ. അന്യായങ്ങളെ കൊണ്ട്, അനീതി കൊണ്ട്, അക്രമങ്ങളെ കൊണ്ട് അവർ നൃത്തം ചെയ്യും. അവരെ അതിന് പ്രേരിപ്പിക്കുന്ന, അതിനവർക്ക് വഴിയൊരുക്കി കൊടുക്കുന്ന, അവർക്ക് അതിൽ ആനന്ദം കൊള്ളാൻ പര്യാപ്തമായ എല്ലാ ഭൗതിക സംവിധാനങ്ങളും അവർക്ക് വേണ്ടി കൊടുക്കും. എങ്ങനെയാണ് ഇവർക്കെല്ലാം ഉറങ്ങാൻ കഴിയുന്നത് നമ്മൾ പിളിച്ച് ചിന്തിക്കാറുണ്ട്. ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ പറഞ്ഞിട്ട് ഒരു ജനതയെ കുറിച്ച് ആ ജനത ഉയർത്തിപ്പിടിക്കുന്ന മഹാധർമ്മം അറിഞ്ഞിട്ടും അതിനെ കള്ളമായി അവതരിപ്പിക്കുന്ന, പച്ചക്കള്ളമായിട്ട് നുണ പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഇവർക്ക് എങ്ങനെയാണ് ഉറക്കം വരുന്നത് എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്നി. പ്രവാചകന്മാർ മനുഷ്യ കുടുംബത്തോട് കാരുണ്യമുള്ളവരായിരുന്നു. ആ പ്രവാചകന്മാരെ എതിർക്കുവാൻ മനുഷ്യരിലും ജിന്നുകളും ചില പിശാചുക്കളുണ്ടെന്ന് പറയുന്നുണ്ട് ഖുർആൻ. എല്ലാ ചില നാടുകളിലും സത്യത്തിനെതിരെ ചതിമെനയുന്ന ചില ധിക്കാരികൾ അള്ളാഹു കൊണ്ടുവരും. وكذلك جعلنا في كل قرية أكابر مجرميها ليمكروا فيها. وكذلك جعلنا في كل قرية أكابر مجرميها ليمكروا فيها وما يمكرون إلا بأنفسهم وما يشعرون. മഹാചതികൾ മെനയുന്ന, കള്ളങ്ങൾ പറഞ്ഞ് സമൂഹത്തിനിടയിൽ വൈര്യം സൃഷ്ടിക്കുന്ന, അതിൽ ആനന്ദം കൊള്ളുന്ന അക്രമികൾ എല്ലാ നാടുകളിൽ ഉണ്ടാകും. അള്ളാഹു അവരെ അല്പസമയം മാത്രം രുചിപ്പിക്കുകയും അത് ദീർഘമായ ഒന്നാണെന്നും ഇനി ജീവിച്ചിരിക്കുന്ന കാലത്തോളം അങ്ങനെല്ലാം ആ രസമെല്ലാം ആസ്വദിച്ചിട്ട് നമുക്കിങ്ങനെ ഇതോടുകൂടി കഴിഞ്ഞു എന്നുള്ള അവന്റെ ബോധമാണ് അവനിതെല്ലാം പ്രേരിപ്പിക്കുന്നത്. ഈ മഹാപച്ചക്കള്ളങ്ങൾ ഇങ്ങനെ എഴുന്നള്ളിക്കാൻ ഇത്തരക്കാരെ പ്രേരിപ്പിക്കുന്നത്. അവരെ നാം തള്ളിയിടും. അവരെ വിട്ടുമാറാത്ത, തീർന്നു പോകാത്ത വേദനയിലേക്ക് നാം അവരെ തള്ളിയിടും പ്രവാചകരെ. അള്ളാഹു എല്ലാ മനുഷ്യർക്കും നല്ല ബോധം നൽകട്ടെ. സത്യത്തോടൊപ്പം നീതിയോടൊപ്പം നിൽക്കാനുള്ള നീതിബോധം മനുഷ്യർക്ക് അള്ളാഹു നൽകട്ടെ. എല്ലാ മനുഷ്യരെയും നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും കാരുണ്യപൂർവ്വം വർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം പറയുമ്പോഴും അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്തത് വേറൊരു വിഷയത്തിലേക്ക് ഇനി പ്രവേശിക്കുകയാണ്. അത് ഈ പറഞ്ഞ ആയത്തുകളോടെല്ലാം തന്നെ നല്ല ആഴത്തിലുള്ള ബന്ധം പുലർത്തുന്ന വചനങ്ങളാണ് എല്ലാ ആയത്തുകളും. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് വഖഫല്ല വസ്ലാണ് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എല്ലാം പരസ്പരം ഗാഠമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എല്ലാ ആയത്തുകളും. ഒന്നുമായിട്ട് വാക്കുകളിലൂടെ, ആശയത്തിലൂടെ എല്ലാം തന്നെ വലിയ ബന്ധങ്ങൾ പുലർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ വസ്ലാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇനിയുള്ള ആയത്തുകളെല്ലാം തന്നെ ഈ പറഞ്ഞു വന്ന കാര്യങ്ങളെ നന്നായി അവതരിപ്പിച്ചു പോകുന്നതാണ്. നമ്മളെല്ലാം അള്ളാഹു അനുഗ്രഹിക്കണം.